പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിലെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി ആഭ്യന്തര സുരക്ഷ, മണ്ഡല പുനർനിർണയം, കേരളത്തിലെ ആശമാരുടെ സമരം എന്നിവ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. അനൂപ് ദാസ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, ആദ്യം കേന്ദ്ര സർക്കാരിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വഖഫ് ബില്ല് അത് എത്രയും പെട്ടെന്ന് പാസ്സാക്കിയെടുത്ത് നിയമമാക്കാനുള്ള തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. അതിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷം അറിയിക്കുന്നുണ്ട്. ഒരു യോജിച്ചുള്ള പ്രതിഷേധത്തിനൊക്കെ സാധ്യതയുണ്ടോ? എങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട്? അല്പസമയം മുൻപ് കെ.സി. വേണുഗോപാലുമായി സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പാർലമെന്റിലേക്ക് പുറപ്പെടും മുമ്പ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞു, ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി പാർലമെന്റിൽ സർക്കാരിനെതിരെ നിൽക്കുമെന്നാണ് കെ.സി. വേണുഗോപാൽ അല്പം മുൻപ് പറഞ്ഞത്. ഇതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് 3 കാര്യങ്ങൾ ഉയർത്തിയാണ് സഭയിൽ പ്രതിഷേധം കൊണ്ടുവരാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, കേരളത്തിലെ എംപിമാർ നൽകിയിട്ടുള്ള അടിയന്തര പ്രമേയ നോട്ടീസും ഒപ്പം തന്നെ രാജ്യസഭയിലെ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ആശാവർക്കർമാരുടെ സമരമാണ്. അതിൽ ആന്റണി എം പി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, കേന്ദ്ര ഇൻസെന്റീവ് ആശമാർക്കുള്ളത് 2000 രൂപ എന്നതിൽ നിന്ന് 10,000 രൂപയായി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. UDF-ലെയും ഒപ്പം തന്നെ LDF-ലെയും എംപിമാർ സമാന വിഷയം ഉന്നയിച്ച് അടിയന്തര പ്രമേയ നോട്ടീസും ഒപ്പം തന്നെ രാജ്യസഭയിൽ ചർച്ചയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡീലിമിറ്റേഷനാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മണ്ഡല പുനർനിർണയത്തിലൂടെ വലിയ സീറ്റുകൾ നഷ്ടമാകും. അത് പ്രതിപക്ഷ പാർട്ടികൾക്കാണ് നഷ്ടമുണ്ടാക്കുക. ഇത് കേന്ദ്ര സർക്കാർ അറിഞ്ഞുകൊണ്ട് ശ്രമിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള CPI എംപിമാരായിട്ടുള്ള സുനീറും ഒപ്പം തന്നെ P. സന്തോഷ് കുമാറും വിഷയം അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ സമ്മേളനകാലം വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല് പാസ്സാക്കാൻ കേന്ദ്ര സർക്കാർ ഉറച്ചാണ് മുന്നോട്ട് പോകുന്നത്. വഖഫ് ബില്ലാണ്. വഖഫ് ബില്ല് സഭയിൽ വരുമ്പോൾ യോജിച്ച പ്രക്ഷോഭം നടത്തണമെന്ന് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. ഇന്ന് സഭയിൽ മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം ഒപ്പം തന്നെ മണിപ്പൂർ ബജറ്റ് എന്നിവ സഭയിൽ വരുമ്പോൾ അതിശക്തമായി പ്രതിഷേധിക്കാനാണ് ഇന്ത്യ സഖ്യ പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി ഒരു തവണയെങ്കിലും പോയി നോക്കിയോ മണിപ്പൂരിലെ ജനങ്ങളുടെ വിഷമം എന്ന ചോദ്യം കോൺഗ്രസ് ഇന്ന് വീണ്ടും സഭയിൽ ഉന്നയിക്കും. ശരി, അനൂപ് ദാസാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.